ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നാടൻ ചെമ്മീൻ കറിയാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാടൻ ചെമ്മീൻ കറി. 1 കിലോ നാടൻ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഫ്രഷാണ്. അതിനെ ആദ്യമായി തന്നെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. തലഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് തലയുടെ അവിടെയുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റാം. ഇനി നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയാം. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കാം. ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 8 എണ്ണം ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതിനെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മുളക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. ഇനി നല്ല സ്മൂത്തായി അടിച്ചു വെച്ച മുളക് നമുക്ക് ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടി ആ മിക്സിക്കകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. കുടംപുളി ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ചാറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി റൗണ്ട് ഷേപ്പിൽ കട്ടി കുറച്ച് അരിഞ്ഞ തക്കാളി ഒരു 5-6 എണ്ണം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അത് വേകാൻ ഇനി പ്രത്യേക സമയമൊന്നും വേണ്ട. തക്കാളി ചെറിയ കട്ടി കുറച്ച് അരിച്ചതുകൊണ്ട് അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കട്ട തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. നല്ല കുറുകിയ ചാറാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞ ചെമ്മീൻ കറിയിലേക്ക് പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ആവുമ്പോഴത്തേക്കും കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.